ഷാനുമോനെ എടാ എന്തായി അവസ്ഥ? കൊൽക്കത്തക്കാരൻ വിളിച്ചിരുന്നടാ. കൊൽക്കത്തക്കാരെ വിളിച്ച് ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ സാധനം ഇറക്കി കിട്ടിയാലേ ഇറക്കുള്ളൂ. പോയി ചോദിച്ചു നോക്കാം. വിളിച്ചിട്ട് പിന്നെ ആളിട്ട് കളിപ്പിക്കണം. ഒന്ന് പോയി ചോദിച്ചു നോക്കാം. എത്ര 10 മിനിറ്റ് എന്നല്ലേ പറയുന്നത്? ആളിട്ട് കളിപ്പിക്കാം. ഒന്ന് പോയി ചോദിച്ചോക്കാം. വെറുതെ വരായിട്ട് കളി. അതെ. ഇതാട്ടോ നമ്മളെ വണ്ടി, ഇതാട്ടോ നമ്മളെ കമ്പനി. നമ്മളല്ല, നമ്മൾ ലോഡും കൊണ്ട് വന്ന കമ്പനി. ഷാനോ എടാ പോയി ചോദിക്കാവോ? ഇതാട്ടോ നമ്മള് ലോഡും കൊണ്ട് വന്ന കമ്പനി. माल चाहिए नहीं चाहिए क्या है? आप जाना जी 5 2 दिन हुआ ना इधर नेक्स्ट टाइम तो लेके आना। हां क्या अगर नेक्स्ट टाइम 2 दिन हुआ ना दूसरा नोट लिया है एफसी नहीं आएगा कि 2 ये आएगा रे एफसी हमको ना दूसरा एक नोट ले आएगा। अभी वो जाने वाले वो भी जास्ती फोन कर रहे हैं तो कुछ बोलने के लिए हमको इधर से ഇതാള് പറയില്ലേ? ये कौन है भाई? इधर तो मैंने तो कुछ है क्या? लेके आए ना। हाँ इंचार्ज है क्या? ठीक है क्यों बोलेगा तो हम 2 दिन हुआ ना तो पैसा पूरा खत्म हो गया खाना क्या ठीक है कुछ बोलेगा तो हम दूसरा एक लोड लिया था। अभी इधर का क्या हाल है? हिसाब नहीं बोल 886 2337। हेलो भाई साहब, हम वो चेन्नई से लोड लेके आया था। इधर इंजन है ना KL12 P9997 गाड़ी है। हम चेन्नई से है ना लोड लेके आया है। गाड़ी नंबर KL12 P9997। हम तो चेन्नई वो विक्सम क्या बोला क्या नाम क्या है वो कंपनी का? टाफा कंपनी का है ना ट्रैक्टर इंजन। वो ट्रैक्टर इंजन लेके आया। हाँ उधर पे आया था। उधर चेन्नई में कौन सा कंपनी? सिम्सन इधर से सिक्योरिटी दिया था हमको। क्यों बोलेगा तो बात दूसरा कुछ नहीं यार, दूसरा बात कुछ नहीं है। हम तो 2 दिन हुआ है, हम दूसरा लोड भी लिया था लेकिन माल नहीं उतरा है। हाँ ठीक है बोलो यार। सिक्योरिटी रोड अंदर होता है, वो हमको फ़ोन नंबर दे के उसको पूछने के लिए बोला है। और क्या करेगा? ठीक है मैं इसको फ़ोन देगा। എന്താ നമ്മൾ സംസാരിച്ചതിനും കാര്യമില്ല. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ കിടക്കില്ല. പട്ടിണിയല്ല പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ എന്താ അറിയോ? നമ്മൾ ഓടി പിന്നെ നിൽക്കാണ്ട് ഓടിക്കഴിഞ്ഞാൽ എന്നുള്ളൂ വണ്ടിക്കും എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, നമുക്ക് എന്തെങ്കിലും മുതലാളിക്കും എന്തെങ്കിലും. ഇതിപ്പോ ഇവിടെ 2 ദിവസമായിട്ട് ഇവിടെ नहीं उतरेगा। वो ऐसा दूसरा उल्टा सुल्टा बात कर रहा है। नहीं तो गाड़ी लेके जा रहेगा, वही तो अच्छा है। हाँ ठीक है आओ। നമ്മളെ സാധനമൊന്നുമല്ലല്ലോ ഇല്ലടാ. ഇതിപ്പോ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന സാധനം പോലെ നമ്മള് വണ്ടിയിൽ ഇരിക്കാൻ ഓർക്ക് വേണമെങ്കിൽ ഓരോ ഇറക്കല്ലാണ്ട് ഇപ്പോ
അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നല്ല, ഇത്ര വലിയ കമ്പനി അല്ലേ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് കഥ നമ്മളൊരു പാവ, അതായത് നമ്മളെ ഷാനോ നമ്മള് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മള് രണ്ടുപേരും മാത്രമായിരിക്കില്ല എങ്ങനെ കൊടുക്കുന്നത് ആണോ? ഞാൻ എന്താ അറിയോ, പിന്നെ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് അറിയോ, പിന്നെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഈ വീഡിയോ പിന്നെ മറ്റുള്ള കമ്പനികളിൽ എത്തണം. എന്നിട്ട് ഈ ട്രാൻസ്പോർട്ടേഴ്സ് തിരിയണം. നമുക്ക് ഇതേപോലെ കുടുംബവും പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, അതുകൊണ്ടാണ് ഈ പണിക്ക് വരുന്നത്. അല്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോയ പോലെ ഈ പണിക്ക് കഷ്ടപ്പെട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ട്രാൻസ്പോർട്ടേഷനിലെ കൊണ്ടല്ലേ ഇപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്, ഇല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ നടന്നു പോലല്ലോ. അപ്പൊ ഇവരത് മനസ്സിലാക്കിയിട്ട് വേണ്ട നമ്മളെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. മോലാളിക്ക് അടവെടുക്കാൻ മാസം 50-60 റുപ്യ 60 റുപ്യനടുത്ത് അവിടെ പൈസ വേണം. അതുപോലെ ഞമ്മക്കും ഉണ്ട് ഇതേപോലെ ഇത് വന്ന് കിട്ടിയിട്ട് വേണം നമ്മളെ അടവുകളും കാര്യങ്ങളും കഴിയാന്. അതേപോലെ വണ്ടിക്ക് അടവ് ചെയ്യണ്ടേ, വണ്ടിക്ക് മോലാളിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണ്ടേ. മോലാളിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, വണ്ടീന്റെ അടവിൽ കറക്റ്റ് അടിക്കാൻ കിട്ടണ്ടേ. അതേപോലെ ഇവരെ ഈ ആൾട്ടിങ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇത് നടക്കുക? സാധനങ്ങൾ എല്ലാവർക്കും എത്തണം. അത് അവരുടെ ആവശ്യങ്ങൾക്ക് സമയത്ത് മാത്രം എത്തിയാൽ മാത്രം പോരാ, ഓരോ സമയത്ത് ആവശ്യത്തിന് ഓരോ ഇറക്കുക. ബാക്കിയുള്ളവർ എന്തോ ആയിക്കോട്ടെ, നമ്മളെന്തോ ആയിക്കോട്ടെ ആ രീതിക്ക്. നമുക്കിപ്പോ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു ഇതില്ല, വില ഇല്ലല്ലോ സംഭവം, ലോറിക്കാരല്ലേ. നമ്മളെന്തോ മറ്റേ ഇവിടുന്ന് വന്നവരാണല്ലോ, പറയാൻ ആരുമില്ല, നമ്മളോട് എന്തും ഇതാക്കാം, അങ്ങനത്തെ ഒരു ഇത്. അതായത് വേറല്ല, നമുക്ക് ഇനി ബാലൻസ് 5 റുപ്യ ഉള്ളത്, ഇനി ഒരു 5 റുപ്യ കിട്ടാണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ 3000 റുപ്യ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോ വണ്ടിയിലുള്ള 3000 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലോഡ് ഇപ്പൊ എവിടേക്കാണെങ്കിൽ എണ്ണ അടിക്കണ്ടേ? എണ്ണ അടിക്കാൻ പോകണം. എണ്ണ അടിക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിലൂടെ എവിടെ എത്താനോ, മോലാളിക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്താനോ ഉണ്ടാവാം. മോലാളിക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, വണ്ടി ഓടിയാ പിന്നെ വണ്ടിന് പൈസ കൊടുക്കണ്ടേ. വെറുതെ ഇങ്ങനെ വെറുതെ ഓടിയിട്ട് നാട്ടുകാരെ നന്നാക്കാനുള്ള ഓടുന്നത്. നമ്മളെ ശരീരം നന്നാക്കാനും നമ്മളെ കുടുംബം നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വണ്ടി ഓടുന്നത്. അല്ലാണ്ട് നാട്ടുകാരെ നന്നാക്കാനും നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഓടുന്ന വണ്ടിയല്ലേ. അങ്ങനെ ഒരു ഗവൺമെന്റ് അങ്ങനെ ഒരു ഇതായിട്ട് തന്നിട്ടില്ല. ഇതിലൊക്കെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാല് ട്രാൻസ്പോർട്ടേഷൻ യൂണിയൻ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സംരംഭം ഉണ്ടെങ്കിൽ അവർ ഇതിന് മെയിൻ ആയിട്ട് എന്ത് ചെയ്യണം, ഇതില് പിന്നെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യണം. എന്താ വെച്ചാൽ ഇത് ബാക്കിയുള്ളവർക്കും അതേപോലെ തന്നെ ജീവിക്കണ്ടല്ലേ. അതെ, ട്രാൻസ്പോർട്ടേഷൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പോട്ടെ, അതായത് ലോഡിന്റെ കാര്യം എന്നാലും കറക്റ്റ് രീതിയിൽ നമ്മൾ ഉത്തരവാദിത്തോടെ ഇറക്കി കൊടുക്കുന്നത്. മാത്രല്ല അവിടുന്ന് പോന്നാ വിളി തുടങ്ങും, എവിടെത്തി, എപ്പോ എത്തും, എങ്ങനെ എത്തും, രാത്രിയാണോ രാവിലെ ആണോ ചോദിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞാലോ അതൊന്നും വേണ്ട. ഈ വണ്ടിയിലേക്കണ ലക്ഷങ്ങൾ അതായത് ഈ ഒന്ന് ചാമ്പാന്ന് തോന്നി ചാമ്പി കഴിഞ്ഞാൽ നമ്മളെ പൈസ പോയി. അത് മാത്രല്ല ഇത്ര ടണ്ണും വെച്ചിട്ട് ഈ വണ്ടി നിൽക്കാണ്. വണ്ടിക്ക് എന്തോ ഒരു മെയിൻ്റെനൻസ് ഉണ്ട്. വണ്ടിക്ക് മെയിൻ്റെനൻസ് ടയറായി കിടക്കുക, ഇതിങ്ങനെ ലോഡ് ചാമ്പി നിൽക്കല്ലോ. ഇപ്പൊ 4 ടയറിലും കൂടി മറ്റേ സ്റ്റെപ്പിന് കൊണ്ടേ കൊടുക്കാം, ജാക്കി കൊണ്ടേ കുത്താൻ പറ്റും. ഇതൊന്നും ഇവർക്ക് തിരിയണ്ട. ഇവര് നമ്മളെ പിന്നെ ഇങ്ങനെ ചവിട്ടി താത്തനുണ്ട്. എന്ത് പറയാ, നമ്മളാ നേരത്തെ വീഡിയോ എടുത്തില്ലേ, നമ്മളവിടുന്ന് ലോഡ് കയറ്റാൻ വന്ന ടീം വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരപ്പുറത്തുണ്ട്, അവരടുത്ത് സംസാരിച്ചോണ്ടിരിക്കണേ. ഇതിപ്പോ വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ആദ്യം വന്ന വണ്ടിയല്ലേ, നിങ്ങൾ വന്ന് ചോദിക്കുന്നു. നമുക്ക് ചോദിക്കാണ്ടിരിക്കാൻ പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസ്ഥയാണ്. അതായത് ഇവരെ വണ്ടിക്കാരട്ടോ വെച്ച് കഴിഞ്ഞാല് അവര് ഞങ്ങളെ ബാക്കിൽ വന്നാണ്. ഞങ്ങള് പായ കെട്ടിക്കഴിഞ്ഞോ കണ്ടോ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ പൊട്ടന്മാരാക്കിയിട്ട് ആരുന്നോ ഇതൊക്കെ അവിടെ നിന്ന് വന്ന് കേറുകയാണ്. എത്രകാലം വണ്ടിയാണെന്നറിയാം ഡെയിലി ഇതിനകത്ത് വന്നു പോകുന്ന. ഇവർക്ക് വേണ്ട മെയിൻ സാധനം ഇതിനകത്ത് കിടക്കുകയാണ്. ഇതിപ്പോ ഫുഡ് കഴിക്കാനും പറ്റില്ല, ഫുഡ് കഴിക്കാൻ പോയിട്ട് വണ്ടി എടുത്ത് വെക്കും. ഷാനോ ഇതാ എന്തായി, അന്നെ വിളിച്ചോ? ഞാനിപ്പോ അവിടെ പോയി കമ്പനീന്റെ അവിടെ പോയിരുന്നോ. കമ്പനീന്റെ അവിടെ പോയപ്പോ സംബന്ധിച്ച് അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വണ്ടി, അതായത് നമ്മളെ വണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വീഡിയോ ഒക്കെ എടുത്തില്ലേ, വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നമ്മളെ വണ്ടി രണ്ടാമത് വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ, ആദ്യം വന്ന് നമ്മളെ രണ്ടാമത് വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ കർണാടക വണ്ടിക്കാരാണ് വിടാൻ വേണ്ടിയിട്ടുള്ള സീന്. അപ്പൊ നമ്മളെന്താക്കി പറഞ്ഞില്ലേ, പിന്നെ വിളിച്ച് അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച്, അപ്പം പിന്നെ എത്ര മണിക്കാ വണ്ടി കയറ്റേണ്ട എന്താ സ്ഥിതിയൊക്കെ ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞ് പിന്നെ 7 മണിക്ക് മുമ്പായിട്ട് മറ്റേ ഈ വണ്ടി പറഞ്ഞു, കർണാടക വണ്ടിയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ പറ്റും, ഫസ്റ്റ് 11 മണിക്കൊന്നും വണ്ടി നമ്മളല്ലേ നല്ല അവസ്ഥയിലുണ്ട്, ഇത് വൈകുന്നേരം വന്നല്ലേ. അതായത് ഇവരെ വണ്ടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ അവർക്ക്, അതായത് അങ്ങനെയല്ല, പിന്നെ നമ്പറൊന്നും കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ഇനി ഇതിനു വേണ്ടിയാന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചായിരുന്നു വീഡിയോ എടുക്കുമ്പോഴേ. ഒന്നുമില്ല, നമ്മളെ വണ്ടിനെ കാണിച്ചാൽ അത് തന്നെയാണ് മറ്റേ വണ്ടി. അതായത് നമ്മളെ സെയിം വണ്ടി, അതായത് നമ്മൾ ഈ വണ്ടി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ, അതിൻ്റെ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. എന്തായപ്പോ ഇതാ എല്ലാം കൂടി കച്ചറായിട്ട് ഇപ്പൊ റിസൾട്ട് കാണുന്നതാണ് നമ്മളിപ്പോ. ഈ ഗേറ്റ് അല്ലേ? ഈ ഗേറ്റാണ്. ഞാൻ പോയിട്ടേ ഇപ്പോൾ ഒരു 2.5 മണിക്കൂറിന് മുകളോളം ആയിട്ടുണ്ട്. നമ്മളെ മറ്റേ വണ്ടിക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11:15 ഇതിന് എവിടെ പോയി കിടക്കുക പോലും, ആകെ ചടച്ചിട്ട്. നമ്മൾ 2 വണ്ടി ഇറങ്ങിയിട്ടോ. ഇതെന്താവട്ടെ, വണ്ടി ഇറങ്ങിയിട്ടോ. എടാ മറ്റവന്മാരില്ലേ അങ്ങോട്ടാ പോയത്, ഫുഡ് കഴിക്കാൻ പോരെ. എന്താടാ സെറ്റ് അതിൻ്റെ ഉള്ളിൽ പോയി. ഞാനിവിടെ 2.5 മണിക്കൂർ പോസ്റ്റാ. അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം, എന്താ നടന്നത്? ഈയാണല്ലോ ലാസ്റ്റ് വന്നേ. മൂപ്പരൊക്കെ 1 മണിക്കൂർ മുന്നേ എത്തിക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി കിട്ടണ്ട പോനെ. ആകെ 4 ബോക്സ് മെഷീനേ ഉള്ളൂ സംഭവം. പക്ഷേ ഇതാണ് പ്രശ്നം, ഇറക്കി കിട്ടില്ല, കച്ചറാക്കിയിട്ട് പിന്നെ അങ്ങനെ ഇതാക്കി അങ്ങോട്ട് കൊണ്ട് പറഞ്ഞിട്ടൊക്കെ ഇറക്കി കിട്ടി. പിന്നെ ലാസ്റ്റ് പിന്നെ പൈസ കഴിക്കില്ല, ഇറക്കി കഴിഞ്ഞാൽ പൈസ വേണമല്ലോ, അതിനും വേണ്ടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ 10-12 മണി ആയി അവിടെ നിന്നുള്ളത് ഇറങ്ങിയപ്പോൾ. ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കടയൊന്നും കാര്യമൊന്നുമില്ല. ലാസ്റ്റത്തെ ഇപ്പോൾ ഈ ഫാൻ്റെ ഇതും കഴിച്ചിട്ട് പിന്നെ 2 പഴം വാങ്ങി അത് കഴിച്ച് തീർക്കന്നെ. എന്താണ് ഇപ്പോൾ സ്ഥിതി, വേറെ പ്രത്യേകിച്ചൊന്നുമല്ലോ. ഇപ്പൊ നാളത്തേക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കുക, അടുത്ത വിടുക. ഇടയ്ക്ക് ഇത് ലോറിക്കാർക്ക് സംഭവമൊക്കെ സാധാരണ ഉള്ളത് തന്നെയാണ്. ഇതിപ്പോ സംഭവിച്ചെന്ന് വെച്ചാല് നമ്മള് ഈ 2 വണ്ടി മാത്രം, എന്റെ ഈ വണ്ടിയുടെ തൊട്ടപ്പുറത്തൊരു വണ്ടിയാണ്, ഈ വണ്ടിയും സെയിം വണ്ടിയാണ്. നമ്മളെ 2 വണ്ടി ഒഴികെ ബാക്കി എല്ലാ വണ്ടി ലോഡ് ഇറക്കുക വിടുക ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു 2 വണ്ടി മാത്രം എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല, സംഭവം ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് ഞങ്ങളെ അങ്ങനെയൊക്കെയാണ് സംഭവം ഇന്നിപ്പോ നടന്നത്. എന്തായാലും പാടില്ല അതൊക്കെ. ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോയി, ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. ഇന്നിപ്പോ ഈ അന്ന് രാവിലെ നടന്ന സംഭവം രാത്രി 10-11 നടക്കുന്നതായിരുന്നു. എല്ലാം കൂടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 12 മണിയായി. ഭക്ഷണം കഴിക്കാതെ നോക്കുമ്പോൾ ഒന്നും കാണില്ല. ലാസ്റ്റ് കടയിലൊന്നുമില്ല, ഈ ഒരു സാധനമുള്ളത് വെള്ളം ഒക്കെ ഉള്ളു. അപ്പൊ നമ്മൾ ചാനൽ തുടങ്ങാന്ന് പറഞ്ഞില്ലായിരുന്നോ? ചാനൽ നമ്മൾ ഇതാക്കി തറവാടി പറഞ്ഞൊരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഫസ്റ്റത്തെ വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. പിന്നെ വീഡിയോ ആയിട്ട് കണ്ടന്റ് ആയിട്ട് കൂട്ടരുത്, വേറെ കൂട്ടരുത്. ഞങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നടന്നൊരു പിന്നെ ഇൻസിഡന്റ്, ഇത് പറ്റിയൊരു ചെറിയൊരു ഇത് നമുക്ക് ഇന്ന് അല്ല 2 ദിവസമായിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ. ഞാൻ മുതലുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് വീഡിയോസ് ആയിട്ട് ചെയ്തത് മാത്രം. ശരിക്കും നമ്മളൊരു വ്ലോഗിങ് പോലെ ചെയ്യാന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോ അടുത്ത അങ്ങോട്ടുള്ളത് ഇനിയിപ്പോ നല്ല നല്ല സന്തോഷമായാലും ദുഃഖമായാലും അതിലൊക്കെ ഉള്ള പിന്നെ പങ്കുചേരാൻ ടൈപ്പുള്ള വീഡിയോസ് ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മള് പ്രേക്ഷകര് എന്തായാലും എന്ത് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. നമ്മളെ തറവാടിയിൽ കാണുമല്ലേ, തറവാടിയിൽ നമ്മളെ വീഡിയോ എല്ലാവരും എടുത്ത് കാണും. മെയിനായിട്ട് നമ്മളെ എന്തൊക്കെയാണെങ്കിലും നമ്മളെ മുതലാളിയില്ലേ അത്ര നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് മുതലാളി ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്തു. ഹെൽപ്പ് ചെയ്തു. പിന്നെ അതേപോലെ നമ്മളെ ഡ്രൈവർ ചേട്ടന്മാര് ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ പെട്ടുണ്ടാവും എന്നൊക്കെ അറിയാം നമുക്ക്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ചെറിയ വ്ളോഗൊക്കെ ചെയ്ത് ഇങ്ങനെ നാളെ ഹാപ്പി ആയിട്ട് വരാം. അപ്പം ഗുഡ് നൈറ്റ് അല്ലേ? അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.